ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തിനെ വലിയ രീതിയിൽ ഉയർത്തി പറയുമ്പോഴും ഇങ്ങനെ ഒരു സഹോദരൻ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? ഭക്ഷണത്തിനുള്ള ആകെങ്കിലും കൊടുക്കണ്ട. ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കും, സഹോദരന് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അതെന്ത് മനുഷ്യൻ? സ്വന്തം സഹോദരന് കൊടുക്കുന്നില്ല, മറ്റുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ അതൊരു മനുഷ്യനാവൂല്ലോ. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോഴാ പറഞ്ഞു ഞാൻ യേശുദാസിന്റെ സഹോദരനാണ്, എന്റെ ഡാഡി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോഴും എന്റെ നിന്ന് വാങ്ങിക്കാൻ അവർക്ക് മടിയാണ്, കാരണം അവരങ്ങനെ ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് വേണ്ട മോളെ എന്ന് പറഞ്ഞു. ആ ചേച്ചിയുടെ ബുദ്ധിമുട്ട് കൊടുക്കുമായിരുന്നു. അതായത് ദൈവം കഴിവ് കൊടുത്തത് ഒരു അഹങ്കാരിക്കായി പോയി. അതാണ് യേശുദാസ് എന്ന് പറയുന്ന അഹങ്കാരി. എനിക്ക് സംഘികളോടും ക്രിസ്തംഘികളോടും എക്സ് മുസ്ലിമുകളോടും മുസ്ലിം വിരോധികളോടും എനിക്ക് പറയാനുള്ളത്, യേശുദാസിന്റെ അനിയന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണ്, തലയിൽ കൂടെ തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ. ഇനി അവരെ പരദൂഷണം പറഞ്ഞുകൊണ്ട് വരല്ലടാ സംഘികളെ, ക്രിസ്തംഘികളെ, എക്സ് മുസ്ലിങ്ങളെ. അതായത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് ചെറിയൊരു ഇളവൊക്കെ കൊടുത്തിങ്ങനെ നിർത്തിവെച്ചിട്ടുണ്ടല്ലോ. അതിന്റെ പേരിൽ കാന്തപുരം ഉസ്താദിന് ഇനി കേൾക്കാൻ പറ്റാത്ത പഴികളില്ല. സംഘികളെ, നിങ്ങളെ കൊണ്ട് ഒരാളെ 10 പൈസ കൊടുത്ത് സഹായിക്കാനും കഴിയില്ല. സഹായിക്കാൻ വരുന്ന മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് ഒരു കുതിര കയറുന്ന ആ പരിപാടി ഇല്ല, ഒരു തരം നാരെ പരിപാടി. അതാ യേശുദാസിന്റെ അനിയന് ഭക്ഷണം കൊടുത്താൽ മുസ്ലിം സ്ത്രീകളോടൊന്നും എടുക്കരുത്. അത്ര എനിക്കിപ്പോ പറയാനുള്ളൂ.